കോൺസെപ്റ്റിനല്ല അതിനകത്ത് കുഴപ്പം. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ആലോചിച്ച് തീരുമാനം എടുത്ത് കഴിച്ചാലും ചിലപ്പോൾ ആ വിവാഹം തകരാം. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം, ഇപ്പൊ പരസ്യമായിട്ട് പറയാം, ഞാൻ ആദ്യം കഴിച്ച വിവാഹത്തിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കേണ്ടി വന്നു. എനിക്കത് ശരിയല്ലാന്ന് തോന്നി. ആ വ്യക്തിയെ ഞാൻ കുറ്റം പറയല്ല, ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഒഫീഷ്യലായി കല്യാണം കഴിച്ച് ഞാൻ അതിൽ ഡിവോഴ്സ് ചെയ്ത് പുറത്തു വന്നു. അതിനർത്ഥം ഇത് കണ്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിവാഹം വേണ്ടാന്ന് വെക്കല്ലേ ചെയ്തേ. ഞാൻ വീണ്ടും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇപ്പോൾ 24 വർഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വിവാഹത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൽ വിഷയം. സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണ്, അവർ ലിവിങ് ടുഗെദർ, കുറച്ച് നാൾ ജീവിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് പിന്നീട് വിവാഹം കഴിക്കണം. അപ്പൊ അവർ കോമ്പാറ്റബിൾ ആണ് എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് ഇവർക്ക് കുട്ടികൾ, ഞാൻ വീണ്ടും കുട്ടികളിലേക്ക് തന്നെ വരികയാണ്. കാരണം അതൊരു വലിയ ഘടകം തന്നെയാണ് നാളെയുടെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മാരേജിലേക്ക് എത്തിയിട്ടില്ല, ലിവിങ് ടുഗെദർ ആണ്. പുറത്തിറങ്ങി കോ പാരന്റ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. ആ കോ പാരന്റ് ചെയ്യുന്നത് അഡൾട്ട്സിന് നല്ലതാണ്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സിനിമ ഇൻഡസ്ട്രിയിൽ വരേണ്ടല്ലോ, നമുക്ക് അറിയുന്ന ആളുകൾ കോ പാരന്റ് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആളുകള്. പക്ഷെ അത് വളരെ എക്സെപ്ഷൻസ് അല്ലേ? മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പാർട്ട്ണറെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതായത് ഒരാള് വിവാഹം കഴിക്കുന്നത് അവരുടെ 20കളിലൊക്കെ ആയിരിക്കും. പക്ഷെ 20 മാറി 30-ലെത്തുന്നു, 30-ൽ നിന്ന് 40-ലേക്ക് എത്തുന്നു. അപ്പോഴും ഈ സ്ത്രീയും പുരുഷനും മാറിക്കൊണ്ടേയിരിക്കുക. പാർട്ട്നേഴ്സിൽ ഈവൻ അവരുടെ സ്കിന്നിൽ വരെ ചേഞ്ചസ് ഉണ്ടാവും. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി കംപ്ലീറ്റ് ചേഞ്ചസ് ആയിരിക്കും. ആ മാറ്റങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. എനിക്കൊരു സംശയം, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് കേസിൽ ആദ്യത്തെ 6 മാസം പോകണമെന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതായത് രണ്ടുപേരും തമ്മിൽ ലോഹിയായി ഒരു 6 മാസം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ടെസ്റ്റ് ചെയ്തതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായിപ്പോയി. ഈ കുഞ്ഞിനെ ആര് നോക്കും? അല്ല അത് വളരെ പ്ലാൻഡ് ആയിട്ട്, അതൊരു ഇഷ്യൂ ആണല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. കുടുംബം ഉണ്ടാവുന്നത് കുട്ടി വരുന്ന മാത്രമാ, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം എന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കുട്ടി വരുമ്പോഴാ, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം വരുമ്പോൾ വേറെ അബ്സല്യൂട്ട് ഡിഫറെന്റ് ഡയമെൻഷൻ ആണ്. കുട്ടി ഉണ്ടാവുന്ന പ്രോസസ് വെച്ചാൽ ഇന്ന് എന്തോ സംഭവിച്ചു നാളെ കുട്ടി ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ലല്ലോ. 10 മാസം അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇത് ഒന്നാമത്തെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ കൃത്യമായിട്ടുള്ള എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവും നമുക്കുണ്ട് ഇപ്പോ. പിന്നെ മാത്രല്ല വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലാത്ത ഒരു സമയത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഇവിടെ. അത് ആ സ്ത്രീയുടെ മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞാലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത, വിവാഹം ബ്രേക്ക് ചെയ്താലും ലിവിങ് ടുഗദർ ബ്രേക്ക് ചെയ്താലും അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഈ കോ പാരന്റിംഗ് ഒക്കെ പറഞ്ഞു സിനിമാ ലോകത്തുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ സാധാരണക്കാരുടെ ലൈഫിൽ വരുമ്പോൾ ആ കുട്ടിയായിരിക്കും ഏറ്റവും അധികം ട്രോമ അനുഭവിക്കുക. അത് കാര്യം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ 10-25 വർഷമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണ ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 23.5 കൊല്ലായി. ഞങ്ങൾക്ക് ഇപ്പോഴും രണ്ടുപേർക്കും വർത്താനം പറഞ്ഞിട്ട് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴും നാട്ടുകാർ പറയും ഇവരെന്താണ് ഇപ്പോഴും ഇങ്ങനെ. അങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് എങ്ങനെ എനിക്ക് തരണം? ഞങ്ങളുടെ ചാനൽ കണ്ട മനസ്സിലാവും. അല്ല ഇനി ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സ്ഥിരം ഫോളോവർ ആവും. ഇതിലെന്തോ വരാനിരിക്കുന്ന ഒരു അപകടം. തർക്കങ്ങളുണ്ടാവും. തർക്കങ്ങളുണ്ടെങ്കിലും എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെയാണ് സരിതിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ പറഞ്ഞു അഭിനയാണ്, ഇവിടെയാണ്, ഇതാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് വിവാഹം പണ്ടടിമകളുടെ പോലെയൊക്കെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ടോ? വൈഫിന്റെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് എന്റെ വീട്ടിലെന്നാ പറഞ്ഞത്. എന്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വൈഫിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വൈഫിന്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഇനി കൺവെൻഷൻ ഈ കാര്യത്തിൽ അഭിഭാഷകൻ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ?
എടുത്തെടുത്ത് പറയും. കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ- അല്ലേ അങ്ങനെയല്ല ദുരനുഭവം ഞാൻ പറയാം. കണ്ടൊരു അനുഭവം പറയാം. പലപ്പോഴും കൺവെൻഷൻ സിസ്റ്റത്തിൽ അച്ചി വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞവൻ വളരെ മോശപ്പെട്ടവനായിട്ടാണ് കൺവെൻഷണൽ ആയിട്ട് സിസ്റ്റത്തിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ ഒരു അനുഭവം പറയുന്നത്, ആ പയ്യന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വൈഫായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ പയ്യന്റെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട്, അതായത് ഒരുമിച്ചാണ് വന്നത്, അമ്മ വന്ന് പറഞ്ഞു ഇവൻ എപ്പോഴും അവളുടെ വീട്ടിലാണ്, അവളുടെ വീട്ടിൽ യാതൊരു വിലയില്ല അവന്. ഇത് ശരിയാണോ? ഈ കൺസെപ്റ്റിലാണ് അവർ എന്നോട് ചോദിക്കുന്നത്. ഈ പയ്യന് പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ പയ്യന്റെ അമ്മയ്ക്കാണ് ഉണ്ടാവുന്നത്. അതാണ് പാട്രിയാർക്കി. അതാണ് പാട്രിയാർക്കി. അത് തെറ്റാണെന്ന് ഞാൻ പറയണേ. മാറണം. ഒരു ഇടവേള കൂടി എടുത്തേ മതിയാവും.